Surprise? Yeah. So hi guys, welcome back to another video and happy new year to everybody. We're getting a haircut. Yeah. അപ്പോൾ ഇന്ന് ഞങ്ങൾ മീയുടെ കുട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടി വന്നേക്കാണ്. So new year, new hair. So she's gonna get a haircut and I'm also going to get a haircut. So എൻ്റെ മുടി വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 6 months ആയി. എന്തായാലും ഓവർ ഡ്യൂ ആയിട്ട് ഇരിക്കുകയായിരുന്നു മുടി വെട്ടേണ്ടത്. അപ്പോൾ അവളുടെ മുടി വെട്ടാൻ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ മുടി വെട്ടുന്ന സ്ഥലത്താണ് മിയയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തത്. സോ വി ബോത്ത് ഗെറ്റിംഗ് എ ഹെയർ കട്ട് ടുഡേ. Wanna say something? Yeah. What? Also, Sidhu and Acha is staying home. Yeah, it's only girls outing. Alle Mia? Yeah, because it's girl day. ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തി. സോ നമുക്ക് സലൂണിലോട്ട് പോവാം. I don't know. Wait. I don't have to. You excited? Yeah. മീ ആദ്യമായിട്ടാണ് ഈ സലൂണിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ചൊരു ഷൈ ആയിട്ട് ആളിരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒക്കെ കംഫർട്ടബിൾ ആവാനായിട്ട്. പക്ഷേ ഹെയർ കട്ട് ചെയ്യാനും സലൂണിൽ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്നു. ഞാൻ ചിരിക്കാൻ പറഞ്ഞിട്ടൊന്നും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. സീരിയസ് ആയിട്ടാണ് ഇരിക്കണത് അവിടെ. പിന്നെ അവൾക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ചെറുതായിട്ട് ബോബ് പോലെ ഹെയർ കട്ട് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞാണ് ഇന്ന് വന്നത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു കരയുമെന്ന്. കാരണം ഇതിന് മുമ്പ് റപ്പുൻസലിൻ്റെ അത്ര മുടി വേണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ 1-2 മാസമായിട്ടാണ് പറയുന്നത് ഷോർട്ട് ഹെയർ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ സ്മാർട്ടായിട്ട് കരഞ്ഞൊന്നുമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടു മുടി വെട്ടിയത്. നല്ല സ്റ്റൈലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ മുടി കെട്ടിയിട്ട് നന്നായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മിയുടെ മുടി ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് നല്ല കണ്ടീഷനൊക്കെ ആക്കി വെച്ചിട്ട് അവർ ബ്രെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തു. How are you feeling, Mia? ഇവിടുത്തെ ലാറ്റിനാറ്റ്സ് പിള്ളേരുടെ മുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്തിടുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ പല വെറൈറ്റി 3-4 ബ്രെയ്ഡൊക്കെ ഒരുമിച്ചൊക്കെ വെച്ച് ഒത്തിരി ഹെയർ സ്റ്റൈൽ അവർ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ മുടി വെച്ചിട്ടാണ് മിയയ്ക്ക് പോലെ ബ്രെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവളും ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആയിരുന്നു അത് എങ്ങനെയാണത് അവർ ചെയ്യുന്നത് കാണാൻ. നോക്കട്ടെ. മീൻ അവിടെ ഉള്ളൊരു കസേരയിൽ സെറ്റിലാക്കിയിട്ട് പിന്നെ അടുത്തത് എൻ്റെ ടേൺ ആയിരുന്നു. ഞങ്ങൾ പോയി മുടി വാഷൊക്കെ ചെയ്തു. എന്നിട്ടൊരു കൺസൾട്ടിങ് പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എനിക്ക് മുടിയിലധികം ലെങ്ത് ഒന്നും കുറയ്ക്കണ്ട, പിന്നെ ലെയേഴ്സും ഇപ്രാവശ്യം അധികം ആഡ് ചെയ്യണ്ട, താഴെ മാത്രം കുറച്ച് ലോങ് ലെയേഴ്സും പിന്നെ ഫ്രണ്ടിൽ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സും. ഇപ്രാവശ്യം നമ്മൾ കർട്ടൻ ബാങ്ക്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, എപ്പോഴും ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ സ്പ്രിങ്ങിൽ ഞാൻ വെട്ടാൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്നാണ് ഡിസൈഡ് ചെയ്തത്. പിന്നെ മെയിൻ ഗോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ ഒത്തിരി സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാനേജ് ചെയ്യണം. പിന്നെ ഇപ്പം മുടി നീട്ടി വളർത്താൻ ഡിസൈഡ് ചെയ്തതുകൊണ്ട് മുടിയുടെ അറ്റം ഹെൽത്തി ആയിട്ടിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കളറും കുറച്ച് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഇനി ഒരു 2-3 മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാലവേഷം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് കൈപ്പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഹെയർ കട്ട് ഇപ്രാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്തു. മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടാണ് എന്നെ വിട്ട്. പിന്നെ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കുറച്ച് പേരൊക്കെ വന്ന് ഇവിടെ മുടി വെട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. You have this one, right? That is so cool. And it looks long now. Yeah. Beautiful. It's so pretty. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ റെഗുലർ ലെയർ കട്ട് തന്നെ ചെയ്തത് പ്രാവശ്യം. പക്ഷേ ലെങ്ത്ത് കീപ്പ് ചെയ്തിട്ട് ഡെഡ് എൻഡ്സ് മാത്രം കട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിന്ധിയ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ആരൊക്കെയോ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മിയക്കുട്ടി പ്രാവശ്യം ഷോർട്ട് ഹെയർ ആണ് ചെയ്തത്. I got like a braid on here. നല്ല ഭംഗിയിൽ ഇങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു ബ്രെയ്ഡ് പോലെ, അതായത് ഒരു ഹെയർ ബാൻഡ് വെക്കുന്ന പോലെ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിയയ്ക്ക്. നല്ല രസമുണ്ട് കാണാൻ. അവളുടെ മുടി ഇപ്പോൾ വെട്ടിയോണ്ട് കുറച്ച് സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്.
കാരണം ഇത്രയും ലെങ്ത്തിൽ നിന്ന് ചെറുതാക്കിയതല്ലേ. അത് ഒരു 1-2 വാഷ് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ കിടക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഹെയർ കട്ട്. ഞങ്ങളിനി അടുത്തത് ട്രേഡർ ജോസിൽ കുറച്ച് സ്നാക്സ് വാങ്ങാൻ പോവാണ്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, സോ ട്രേഡർ ജോസിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് സം സ്നാക്സ്. എങ്കിലും ഒരു ബർഗർ വാങ്ങണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ബർഗർ ടു ഗോ എടുക്കാം. എനിക്കിന്ന് ആക്ച്വലി ഒരു അപ്പോയിൻമെൻറ്റും കൂടി ഉണ്ട് എൻ്റെ അക്യുപങ്ക്ചറിൻ്റെ. സോ അതിന് മുമ്പ് വീട്ടിലെത്തണം. മീനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും പോകേണ്ടി വരും. നമ്മൾ പറയണത് കേട്ട് ചെയ്യുന്ന ഒരു ചൈനീസിനെ കിട്ടാൻ പാടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഏതിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷോർട്ട് ആക്കണം ലോങ് ആക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷനിലൊക്കെയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ തീരുമാനിച്ചു ഷോർട്ട് ആക്കിയാൽ വീണ്ടും ഇനി ഇത്ര ലെങ്ത് ആക്കിയിട്ട് വീണ്ടും ലോങ് ആക്കാൻ ഡിഫിക്കൽട്ടാവും. സോ ഐ ജസ്റ്റ് കീപ് ഗ്രോയിങ് ഇറ്റ് ഒരു സമ്മർ വരെയൊക്കെ. എന്നിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെടോ ഇല്ലേ നോക്കിയിട്ട് ദെൻ ഐ ഡിസൈഡ് ഇഫ് ഐ വോണ്ട് കീപ് ദ ലെങ്ത് ഓർ നോട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ മുടിയുടെ കാര്യത്തിൽ. പിന്നെ എനിക്ക് കോവിഡിന് ശേഷം ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മുടിയുടെ കട്ടിയൊക്കെ ഒത്തിരി കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ അധികം ലെയർ ഇപ്രാവശ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. സോ ബേസിക്കായിട്ട് അടിയിൽ മാത്രം കുറച്ച് ലോങ് ലെയേഴ്സും പിന്നെ ഫ്രണ്ടിൽ ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സുമാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ഒത്തിരി മുടി കൊഴിയുന്നത് കൊണ്ട് എനിക്ക് ഹീറ്റ് സ്റ്റൈൽ ചെയ്യാനും കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാരണം ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി തൊട്ട് എല്ലാ ആഴ്ചയും ചെയ്യില്ല, വല്ല 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു ഹെയർ സപ്ലിമെൻറ്റ് വീണ്ടും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ഹോപ്പ് all this will help regrow the hair back. സ്പാട്ടം കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് വരുന്നു തുടങ്ങിയപ്പോഴാണ് കോവിഡ് വീണ്ടും വന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. മുടി നന്നായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു പുട്ടുഗെതറായ ഒരു ഫീലിംഗ് ആണ്. ബാക്കി ഞാനിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ട്രേഡർ ജോസിലെത്തി. ഷോ യുവർ ബ്രൈഡ്സ് മിയ. മിയുടെ ബ്രൈഡ് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ട്രേഡർ ജോസിൽ വരുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കുട്ടികളുടെ കാർട്ട് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും, പക്ഷേ എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്രാവശ്യം മിയ വന്നപ്പോൾ കാർട്ട് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഒരു മിനി കാർട്ട് എടുത്തിട്ടാണ് ഷോപ്പിങ്ങിന് വന്നേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അവരുടെ കാർട്ടിലും കുറച്ച് സാധനങ്ങൾ എൻ്റെ കാർട്ടിലുമായിട്ടാണ് വെച്ചത്. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സ്നാക്സും കാര്യങ്ങളും പിന്നെ പൂവും ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. കാരണം കുറച്ച് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രേഡർ ജോസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സ്നാക്സും ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളിനി വീട്ടിൽ പോകാൻ പോവാണ്. പോണ വഴിക്ക് മിയയ്ക്ക് ബർഗർ വാങ്ങിച്ചു കൊടുക്കണം. നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള റോസാണ് വാങ്ങിച്ചത്. എന്നിട്ട് അതിനൊരു ആക്സെൻറ്റ് കളറിന് ഞാൻ കുറച്ച് വേറെ വൈറ്റ് ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ വെക്കാനായിട്ട്. വാങ്ങിച്ചത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ലുക്ക് നൈസ്. പിന്നെ സാധാരണ ഞാൻ മിക്സ് ഫ്ലവേഴ്സ് ആണ് കൂടുതലും വാങ്ങുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ഞാൻ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ ഫുഡ് വാങ്ങിച്ച് മീനെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് അക്യുപങ്ക്ചറിൻ്റെ അപ്പോയിൻമെൻറ്റിന് പോകാനായിട്ട്. മുടി ബ്രൈഡ് ചെയ്ത് കൊടുത്തവര്. ഞാനിപ്പോൾ എൻ്റെ അക്യുപങ്ക്ചറിൻ്റെ അപ്പോയിൻമെൻറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് എനിക്കൊരു 15 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങാനായിട്ട്. മുടിയൊക്കെ ഞാൻ പോണിറ്റെയിലായിട്ട് കെട്ടി വെച്ചു. പിന്നെ എനിക്ക് ഡ്രസ്സ് മാറണമായിരുന്നു, കാരണം അക്യുപങ്ക്ചറിന് ജീൻസ് ഇട്ട് പോകാൻ പറ്റില്ല. യു ഹാവ് ടു വെയർ സംതിങ് ലൈക്ക് ലൂസ് ഫിറ്റഡ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി പെട്ടെന്ന് ഫുഡും കഴിച്ചു ഇറങ്ങി. ഏട്ടൻ പറയാണ് മീനെ കാണാൻ മറ്റേ കജോളില്ലേ ഷാരൂഖ് ഖാൻ്റെ മൂവിയിൽ ഇത്ര മുടി വെട്ടിയിട്ടുള്ള കുച്ച് കുച്ച് ഹോത്താ ഹേ, ഏതായിരുന്നു ഷാരൂഖ് ഖാൻ്റെ മൂവിയിലുള്ള ഇത്ര മുടി വെട്ടിട്ട് അതുപോലെ ഉണ്ട് മീനെ കാണാനെന്ന്. ഏട്ടന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോയിൽ അധികം വരാത്തത്. എല്ലാവരും സിക്കായിട്ട് ഇപ്പം ഏട്ടൻ ആണ് അടുത്ത സിക്ക് ആള്. ഞാൻ എൻ്റെ പനിയൊക്കെ മാറിയെങ്കിലും കോൾഡും സൗണ്ടൊക്കെ ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണ്. ഏട്ടന് ഇന്നിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇന്നലെയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഹോളിഡേ സമയത്ത് നല്ല രസമായിരുന്നു. ഓരോരുത്തരായിട്ട് മാറി മാറി അസുഖം കിട്ടി. ഞങ്ങളുടെ ക്രിസ്മസും ആനിവേഴ്സറിയും പിറന്നാളും ഒക്കെ അതിലങ്ങ് പോയി. അങ്ങനെ പിന്നെന്താ, മുടി വെട്ടിയത് കൊള്ളായിരുന്നു, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു എമർജൻസി വണ്ടി വരുന്നുണ്ട്. ഒരു എമർജൻസി റെഡ് ലൈറ്റ് പോയതുണ്ടോ, അത് എമർജൻസി വണ്ടിയാണ്. ഇവിടെ ഇതുപോലെ എമർജൻസി വണ്ടി വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡും ആക്കിയിട്ട് വണ്ടി നിർത്തും, അതിന് ക്ലിയർ പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു എമർജൻസി പോയി. ഇപ്പോഴും ഇങ്ങനെ എമർജൻസി പോകുമ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കും, ലൈക്ക് ഒരു ആർക്കും ഒന്നും വരുത്തരുതേ എന്നല്ലേ. പിന്നെന്താ, പിന്നെ ഇവിടെ അടുത്ത ആഴ്ച തൊട്ട് ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പ്. അതായത് പോളാർ വോർട്ടെക്സ് പോലെ വരുന്ന പറയുന്നത്. വീണ്ടും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, അതിന് മുമ്പത്തെ വർഷം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് 1-2 ദിവസമാണ്, ഇത് ഒരാഴ്ചയൊക്കെ നിൽക്കുന്നു പറയുന്നുണ്ട്. -40 ഡിഗ്രീസിലോട്ടൊക്കെ പോകും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ തിളച്ച വെള്ളം പുറത്ത് പോയി കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പുകയായിട്ടൊക്കെ പോകും. ആൾക്കാർ ട്രൈ ചെയ്യാറുണ്ട്, വീഡിയോസൊക്കെ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒടുക്കത്തെ തണുപ്പാണെന്ന് പറയുന്നുണ്ട്. ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. പക്ഷേ നമുക്കത് വരുമ്പോൾ അപ്പം നോക്കാം. പിന്നെന്താ, പിന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ആണ് എൻ്റെ ബർത്ത്ഡേ, January 4th അങ്ങനെ. പക്ഷേ ഈ ആഴ്ച തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറിയും. അച്ഛൻ മരിച്ചിട്ട് നാളെ 2 വർഷമാവും. സീംസ് റിയലി എന്താ പറയുക, അൺറിയൽ. ഈ ഗ്രീഫ് എന്ന് പറയുന്ന സംഭവം നമ്മളെ നോബഡി പ്രിപ്പയർസ് യു ടു ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. ഈ പറയണ പോലെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമാവുമെങ്കിൽ ഞാൻ അച്ഛനെ കണ്ടിട്ട് 9 വർഷമാവും. നേരിട്ട് കണ്ടിട്ട് 9 വർഷമാവും. വീഡിയോ കോളിൽ കൂടിയായി കണ്ടിട്ടുണ്ട്. സോ എന്താ പറയുക, ഐ എം സംബഡി ഹൂസ് വെരി എക്സൈറ്റഡ് ഫോർ മൈ ബർത്ത്ഡേ. പക്ഷെ അച്ഛൻ്റെ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ല. സോ ഈ വർഷത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് പ്ലാൻ എനിത്തിങ്. പക്ഷേ എല്ലാ ബർത്ത്ഡേക്കും ഡ്രസ്സ് വാങ്ങുന്ന പരിപാടി ഉണ്ട് കൊച്ചിലെ തൊട്ട് തന്നെ. അമ്മ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരും. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഡ്രസ്സും എന്തെങ്കിലും ഒരു കേക്കുമാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഇത്, അല്ലാണ്ട് വലിയ പാർട്ടിയും ഇതൊന്നുമല്ല. സോ ഞാൻ അങ്ങനെ സാറേന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആനിവേഴ്സറിക്കാണ് വാങ്ങിച്ചത്, പക്ഷെ ആനിവേഴ്സറിക്ക് പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് ഐ എം ഗോയിങ് ടു വെയർ ദാറ്റ് ഫോർ മൈ ബർത്ത്ഡേ. പിന്നെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ചിലപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഐ വിൽ റിയലി റിയലൈസ് ദാറ്റ് ഈസ് ഗോൺ. അച്ഛൻ മരിച്ച സമയത്ത് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. വി ഹാഡ് അവർ ഓൺ ഇഷ്യൂസ് ഗോയിങ് ഓൺ അറ്റ് ദാറ്റ് ടൈം. അതുകൊണ്ട് എന്താ പറയുക, അച്ഛൻ എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. കാരണം പുള്ളി മെർച്ചൻ്റ് നേവിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും വീട്ടിലൊന്നും കാണില്ല. വല്ലപ്പോഴും ഒക്കെയാണ് അച്ഛൻ എന്താ പറയുക വെക്കേഷന് വരണത്. അപ്പോൾ ഐ ഹാവൻ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിം. മാത്രമല്ല ഹി വാസ് എ വെരി സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് വെരി സ്ട്രിക്റ്റ്. അങ്ങനെ നമ്മളെ കൊഞ്ചിച്ചടക്കുന്ന അച്ഛന്മാരെ പോലത്തെ അച്ഛനൊന്നും ആയിരുന്നില്ല. ഹി വാസ് എ വെരി സ്ട്രിക്റ്റ് ബട്ട് ഹി എൻഗ്രൈൻഡ് എ ലോട്ട് ഓഫ് വാല്യൂസ് ഇൻ അസ്. അങ്ങനത്തെ ഒക്കെ ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം വെൻ ഐ ലോസ്റ്റ് ഹിം ഐ റിയലൈസ്ഡ് ഐ ലോസ്റ്റ് എന്താ പറയുക സേഫ്റ്റി ബ്ലാങ്കറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഏട്ടനുണ്ടെങ്കിലും അച്ഛൻ വാസ് ലൈക്ക് മൈ സേഫ്റ്റി ബ്ലാങ്കറ്റ്. കാരണം ഞാൻ ഒരുപാട് വീട്ടിൽ നിന്ന് മാറി നിന്ന് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഉണ്ട് എവിടെയെങ്കിലും, ഇഫ് സംതിങ് ഹാപ്പൻസ് ഹീസ് ദെയർ. എന്താണ് അതിപ്പോൾ ഫൈനാൻഷ്യലി ആയാലും സെക്യൂരിറ്റിയുടെ ഇതിലായാലും, അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഞങ്ങളെ ഒരുപാട് മെച്ചുവേർഡായിട്ട് വളർത്തിയിട്ടുള്ളത് അച്ഛനും ഒക്കെ അത്ര ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ടാണ്. സോ വെൻ വി ലോസ്റ്റ് ഹിം, എനിക്ക് പേഴ്സണലി ഐ ഫെൽറ്റ് ലൈക്ക് ഐ ലോസ്റ്റ് മൈ ആ ഒരു സേഫ്റ്റി ബ്ലാങ്കറ്റ് ആൻഡ് ഐ ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് ഷെൽ. പക്ഷേ സോ എനിക്കറിഞ്ഞൂടാ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആനിവേഴ്സറിക്ക് ഒന്നും ചെയ്യാറില്ല. നാട്ടിലാണെങ്കിൽ ആൾക്കാർ ആണ്ടിന് ഇതൊക്കെ ചെയ്യുമല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞ പോലെ. പിന്നെ അച്ഛൻ ഒരു എത്തീസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ ഇതിൽ പൂജ പോലും ചെയ്യരുതെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. പണ്ടൊക്കെ തമാശക്കൊക്കെ പറയുമായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ എന്താണ് തിങ്സ് ഷുഡ് ബി ഡൺ റിലീജിയസ്ലി. അതുകൊണ്ട്
പിന്നെ എന്താ മനസ്സിലോർക്കുക, കീപ് ഹിം അലൈവ് ത്രൂ അവർ മെമ്മറീസ് അല്ലേ. I think maybe one of my biggest regret was he never got to meet both my kids. മീനെ കൊണ്ട് നാട്ടിൽ പോയപ്പോഴും he was on duty. അച്ഛൻ ആ സമയത്ത് ദുബായിലായിരുന്നു ആണ്. ആ സമയത്ത് അച്ഛന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്താണ്. സോ വി തോട്ട് ഓക്കെ വിൽ ഗോ മേ ബി നെക്സ്റ്റ് ഇയർ ഓർ സംതിങ്. പക്ഷെ അപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ വി കുഡന്റ് ട്രാവൽ. പിന്നെ എന്താ പറയുക, സിദ്ധു വാസ് വെരി സ്മോൾ ആൻഡ് വി ലോസ്റ്റ് ഹിം. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് നാട്ടിലങ്ങനെ പോകാനൊന്നും പറ്റില്ലായിരുന്നു. യാ, സോ എന്താ പറയുക, സോ ഐ തിങ്ക് ടുമോറോ ഇസ് ഗോയിങ് ടു ബി ഹാർഡ്. ഐ ഡോണ്ട് നോ. ലാസ്റ്റ് ഇയർ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി വാസ് ഹാർഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് ഷെയർ മൈ സാഡ്നെസ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. എന്താ പറയുക, അത് ലൈക്ക് ഞാൻ അനുഭവിക്കാനുള്ളത് എന്താ പറയുക, ഐ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പ്രോസസ് അലോൺ. അതിനെ വലിയ സംഭവമാക്കിയിട്ടൊന്നും എന്താ പറയുക, ആൾക്കാരോട് എന്താ അതിങ്ങനെ എന്താ പറയുക, ആൾക്കാരോട് അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല, അറ്റ്ലീസ്റ്റ് ഫോർ നൗ. സോ യാ, ദാറ്റ്സ് ദാറ്റ്. ബട്ട് ബർത്ത്ഡേ, യാ, ഒരു വയസ്സും കൂടി ഇയർ വൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും, ഓഫീസിൽ പോയി തുടങ്ങണം, ബാക്ക് ടു ഓൾഡ് റൂട്ടീൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അത് റൈറ്റ് നൗ സത്യം പറഞ്ഞ് കൂടുതൽ ആലോചിക്കാനുള്ള ശേഷിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ കോൾഡും ഇതൊക്കെ ഒന്ന് മാറി. ഇന്നലെ ഏട്ടനോട് സംസാരിച്ചാണ് ഞാൻ പറയും, എനിക്ക് ചെവിയൊന്നും കേട്ടുകൂടാ, എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറി എന്നാണ് ഐ വോണ്ട് ടു ഫീൽ ലൈക്ക് മൈ സെൽഫ്. ആ ഒരു നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ഓൾഡ് സെൽഫ്. പിന്നെ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീനെയും കൊണ്ട് മുടി വെട്ടാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ആരോഗ്യമൊന്നും എനിക്കായിട്ടില്ല. വേറെന്താ വിശേഷം? ഞാൻ ഇൻസ്റ്റന്റ് ബോട്ടിൽ ചോറുണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയോ? എൻ്റെ ഇൻസ്റ്റന്റ് ബോട്ട് ഈ പറയുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ബോട്ട് കേടായിപ്പോയി. കറക്റ്റ് ബ്ലാക്ക് ഫ്രൈഡേ സമയത്ത് കേടായിപ്പോയി. എന്നിട്ട് വേറെ ഒരെണ്ണം വാങ്ങിച്ചതാണെങ്കിൽ അതിൽ യോഗേർട്ട് സെറ്റിംഗ് ഇല്ല. യോഗേർട്ട് സെറ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ പെടും. കാരണം അതിൽ യോഗേർട്ട് സെറ്റിംഗ് വെച്ചിട്ടാണ് ഞാൻ ദോശമാവും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി വേറൊരെണ്ണം വാങ്ങിച്ചു. അപ്പം ഞാനിവിടെ എത്തി, എനിക്ക് അകത്തോട്ട് പോകാനായിട്ട് സമയമായി. അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിദ്ധുവിനെയും പിക്ക് ചെയ്തിട്ടായിരിക്കും വീട്ടിലോട്ട് പോവാം. കാരണം രാത്രി ഇനി സ്നോ വരണുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 3:30 ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും. എനിക്കാണെങ്കിൽ ഇരുട്ടത്ത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ല. എനിക്കെന്തോ കണ്ണന് ഭയങ്കര സ്ട്രെയിൻ ചെയ്യണ പോലെയൊന്നും. കണ്ണ് ഡോക്ടറിനെ കണ്ടപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ദീപ് പറഞ്ഞത് എനിക്ക് തലക്ക് വട്ടായിട്ടാണെന്നാണ്. പക്ഷെ എന്തോ എനിക്ക് രാത്രി മാക്സിമം ഐ ട്രൈ ടു അവോയ്ഡ് ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. അതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ട് അവനെയും പിക്ക് ചെയ്തിട്ടായിരിക്കും വീട്ടിലോട്ട് പോവാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഐ ട്രൈ ടു മേക്ക് അപ്പ് ഫോർ ദിസ്. അതുകൊണ്ട് ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വ്ളോഗ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. അഗെയിൻ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ.